ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കൊറിയൻ ഡ്രാമ സീരീസ് ആയിട്ടാണ്. ഒരു ക്വീൻ ഓഫ് ടീയേഴ്സ് എന്ന് പറഞ്ഞൊരു സീരീസാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ആൻഡ് പിന്നെ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് വേണമെങ്കിൽ അതും കൂടെ ഒന്ന് കമന്റ് ബോക്സ് അറിയിച്ചേക്കുക. ഞാൻ ഇമ്പ്രൂവ്മെന്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഈ ഡ്രാമ സ്റ്റാർട്ട് ആകുമ്പോൾ തന്നെ കാണിക്കുന്നത് ഹീറോയ്ക്കും ഹീറോയിനും കല്യാണം നടക്കുന്നതാണ് കാണിക്കുന്നത്. ഹീറോയുടെ പേരെന്ന് പറഞ്ഞാൽ യൂൻഹോ, ഹീറോയിന്റെ പേര് ഹാൻഹു എന്നാണ്. നമ്മുടെ ഹീറോയിന്റെ വോയിസ് ഓവറിലാണ് കഥ ആരംഭിക്കുന്നത് തന്നെ. സോ ഞാനിപ്പോൾ കല്യാണം കഴിച്ചിരിക്കുന്നത് കൊറിയയിലെ ഏറ്റവും വലിയ റിച്ച് ആയ ഒരു പെൺകുട്ടിയാണ്. മാരേജ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ അടിപൊളിയായിട്ട് തന്നെയാണ് ജീവിച്ചത്. പക്ഷേ അതിൽ കൂടെ നമുക്ക് കാണിച്ചു തരുന്നത് തന്നെ അവർ ഹാപ്പി ആയിട്ട് ഇരുന്ന മൊമെന്റ്സ് ഒക്കെയാണ് കാണിച്ചു പോകുന്നത്. അപ്പോൾ തന്നെ അതിൽ കൂടെ അവർ ഹാപ്പി ആയിട്ട് ഇരുന്ന മൊമെന്റ്സ് ഒക്കെയാണ് കാണിച്ചു പോകുന്നത്. അടുത്തതായിട്ട് ഇപ്പോൾ പ്രസന്റ് കാണിക്കുകയാണ്. പ്രസന്റ് കാണിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായിട്ടുണ്ട്. സോ ഇപ്പൊ അവന്റെ ലൈഫിനെ കുറിച്ച് ഇന്റർവ്യൂ ചെയ്യാനാണ് കുറച്ച് പേര് വന്നിട്ടുള്ളത്. സോ ഇവനും അതിനൊക്കെ ആൻസർ ചെയ്യുകയാണ്. ഞാൻ ഹാനുമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം ആയതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. സമയം ഇത്ര പെട്ടെന്ന് പോയാലും ഞാൻ അറിഞ്ഞില്ല. നമ്മുടെ ഹാനു എന്ന് പറഞ്ഞാൽ ക്യൂൻ എന്ന് പറഞ്ഞ ഒരു കൊറിയൻ വലിയൊരു കമ്പനിയുടെ ഒരു CEO ആണ്. സോ എന്താണെന്ന് പറഞ്ഞാൽ ഒരു തലമുറയായിട്ട് തന്നെ ഭയങ്കര മില്യനേഴ്സ് ആണ് എന്ന് പറഞ്ഞാൽ കോടീശ്വരന്മാരാണ്. പക്ഷെ നമ്മുടെ യൂൻഹോന്റെ ലൈഫ് അങ്ങനെയല്ല. അവൻ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഒരു നോർമൽ ലൈഫ് ജീവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ തന്നെ അവൻ പറയുകയാണ്, ഞാൻ ഹാൻഹോന്റെ അടുത്തുള്ള സമയങ്ങളെല്ലാം ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ തന്നെ ഞാൻ കല്യാണം കഴിച്ചതും സോ അതിന്റെ സന്തോഷം എനിക്കുണ്ട് എന്നൊക്കെ അവൻ പറയുകയാണ്. ഫൈനാൻഷ്യലായിട്ട് സപ്പോർട്ട് ചെയ്യാനും എന്നെ നന്നായിട്ട് നോക്കാനും വലിയൊരു ഫാമിലി തന്നെ എനിക്കുണ്ട് സപ്പോർട്ടിന്. സോ ഈ ഹീറോ ഇങ്ങനെ ഇന്റർവ്യൂ പറയില്ല, ഇതേപോലെയാണ് ഹീറോയിന് ഇന്റർവ്യൂ പറയുന്നതായിട്ട് കാണിക്കുന്നത്. അതേപോലത്തെ അതേ ഡയലോഗിൽ തന്നെ പറയുന്നത്. എനിക്ക് കുറെ പ്രോപ്പർട്ടി ഉണ്ട്, അതുകൊണ്ടൊക്കെ എനിക്കും എന്നെ യൂൻഹോ മാരേജ് എന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അതൊന്നും അല്ല, നമ്മൾ ട്രൂ ലവ് ആയിരുന്നു. അത് മാത്രമല്ല എന്റെ ഇപ്പൊ ക്യാരക്ടർ എങ്ങനെയാണെന്ന് ആർക്കും അറിയും കൂടി ചെയ്തത്. സോ നമ്മളിപ്പോ അത്രയ്ക്കും ഹാപ്പി ആയിട്ട് താമസിക്കുന്നത്, അല്ലാതെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ പുറത്തു വിടേണ്ട ആവശ്യമില്ല. ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ, ഞങ്ങൾ തന്നെ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് കാര്യങ്ങളില്ല എന്നൊക്കെ പറയുകയാണ്. സോ ഈ ഇന്റർവ്യൂ കാര്യം അങ്ങനെ ഹ്യൂൻഹോന്റെ അടുത്തും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. നിങ്ങളുടെ ഡെയിലി ലൈഫ് എങ്ങനെയായിരിക്കും എന്നൊക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കപ്പിൾസിനും പോലെയാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഞങ്ങളും എല്ലാവരെ പോലെ സാധാരണയായിട്ടുള്ള ലൈഫാണ് ജീവിക്കുന്നത് തന്നെ. എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് കഴിച്ച് ഫുഡൊക്കെ വെച്ചതിന് ശേഷം ഒരുമിച്ച് കമ്പനിയിലേക്ക് ജോലിക്ക് പോകും. വർക്ക് ചെയ്യുന്ന സ്ഥലത്തും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ടൈം ബ്രേക്ക് കിട്ടുമ്പോൾ സംസാരിക്കും. സോ അതൊക്കെ തന്നെ അങ്ങനെ ഒരു നോർമൽ ലൈഫ് ആയിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അവരുടെ ലൈഫ് ഇപ്പോഴാണ് നമുക്ക് കാണിച്ചിരുന്നത്. ഇത്രയും വലിയ വീട്ടില് ഇവർ രണ്ടുപേരും 2 റൂമിലായിട്ടാണ് താമസിക്കുന്നത്. യോൻഹോ അങ്ങനെ അനാവശ്യമായിട്ട് സംസാരിക്കില്ല. എന്തെങ്കിലും ആവശ്യമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ അവളോട് സംസാരിക്കുകയുള്ളൂ. കഴിക്കുന്ന ഡൈനിങ് ടേബിൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ടേബിളാണ്. സോ അതിൽ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസും നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് ആ ഷോട്ടിൽ കൂടെ. ഈ കമ്പനി പോയാലും അവർ ഒരുമിച്ചിരിക്കുന്നില്ല, കാരണം ഇവർ രണ്ടുപേരും വേറെ ഡിപ്പാർട്ട്മെന്റാണ്. ഇവളെന്ന് പറഞ്ഞാൽ CEO ആണ്, ഇവളെന്ന് പറഞ്ഞാൽ ലോയർ, അങ്ങനത്തെ ടൈപ്പാണ്. അങ്ങനെ ഹാങ്ങിന്റെ അടുത്ത് ആ ഇന്റർവ്യൂക്കാർ ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങനെയാണ് കണ്ടുമുട്ടിയത്, നിങ്ങൾ എങ്ങനെ ലവ് ചെയ്യാൻ തുടങ്ങിയത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴാണ് ഹാങ് പറയുന്നത് 5 വർഷത്തിന് മുൻപ് ഹാങ് എന്ന് പറഞ്ഞാൽ വേറൊരു കൺട്രിയിലായിരുന്നു. പിന്നെ തിരിച്ച് കൊറിയയിലേക്ക് വന്നിട്ട് അതിനുശേഷം അവർ ഈ ക്യൂൻസ് ഗ്രൂപ്പിലാണ് വർക്ക് ചെയ്യാൻ ആരംഭിച്ചത്. ക്യൂൻസ് ഗ്രൂപ്പിൽ വർക്കൊക്കെ എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടി സ്പൈ പോലെയാണ് വന്നത് ഹീറോയിൻ. എന്ത് ആറ്റിറ്റ്യൂഡ് എന്തുണ്ടെന്ന് പറഞ്ഞാൽ നേരങ്ങളോട് ജോലി ചെയ്യാൻ പറഞ്ഞാൽ അതിന് പറ്റൂല. എന്തിനാ ഒരു ഡോക്യുമെന്റിന്റെ സെറോക്സ് എടുക്കാൻ പോലും നേരങ്ങൾ അറിയാത്തൊരു പെൺകുട്ടിയാണ് നമ്മുടെ ഹാങ്. സെറോക്സ് എടുക്കാൻ വേണ്ടി ചെന്നിട്ട് ഏതൊക്കെ ബട്ടൺസ് ഒക്കെ പ്രസ് ചെയ്ത് നോക്കിയിട്ട് അത് ഓളാവുള്ളത് പറഞ്ഞ് അതിലോട്ട് അടിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഹീറോ വരുന്നത്. അപ്പോൾ അവിടെ വെച്ച് യൂണ് എന്താ സംഭവം എന്ന് നോക്കിയിട്ട് അവിടെ വെച്ച് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. സോ ഇങ്ങനെ മെഷീനൊക്കെ എങ്ങനെ യൂസ് ചെയ്യാനുള്ളതെന്നൊക്കെ അവൻ നന്നായിട്ട് അറിയാം. ഇങ്ങനെ എല്ലാ ദിവസവും അവനാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നൊക്കെയാണ് അവൾ ഇന്റർവ്യൂവിൽ പറയുന്നത്. സോ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് യൂൻഹോന് എൻ്റെ അടുത്ത് ഫീലിംഗ്സ് ഉള്ള കാര്യം. സോ ഇങ്ങനെയൊക്കെയാണ് അവൾ ഇന്റർവ്യൂവിൽ പറഞ്ഞത്. ഇതേ ചോദ്യം നമ്മുടെ യൂൻഹോന്റെ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത്, ഞാൻ ഒരു ആദർശികമായിട്ട് കണ്ടതാണ്. അപ്പോഴാണ് ഈ സെറോക്സ് മെഷീനിൽ, ഈ ഡോക്യുമെന്റ് എടുക്കുന്ന മെഷീനിൽ ഇവളിങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കുന്നത് കാണുന്നത്. സോ ഇതുകൊണ്ട് എനിക്ക് ഇനി അത് അടിച്ച് തുളയ്ക്കുമെന്ന് വിചാരിച്ചാണ് ഞാൻ പോയി സഹായിച്ചു കൊടുത്തത്. സോ അങ്ങനെയാണ് കമ്പനി എന്നാണ് പറഞ്ഞത് അവൻ. സോ അവളെന്ന് പറഞ്ഞാൽ കമ്പനിയിൽ ജോലി ചെയ്യാൻ വന്ന ഒരു പുതിയ ആളാണ്. സോ അവൾക്ക് ഒരു വക അറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പരമാവധി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതൊക്കെ നമ്മുടെ യൂൻഹോന് അറിയാം. സോ നീ ഇതെല്ലാം മിസ്റ്റേക്ക് ചെയ്തുകൊണ്ടെന്ന് നിനക്കാണ് ചീത്തപ്പേര്. സോ നീ ഇതെല്ലാം കറക്റ്റ് ആയിക്കൊണ്ടിരിക്കണം. നീ കറക്റ്റായിട്ട് ജോലി ചെയ്തില്ലെങ്കിൽ നിന്നെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടും. എനിക്ക് പറയാനേ പറ്റുള്ളൂ. നീ ഏത് കമ്പനി പോയാലും നീ നേരെ ജോലി നോക്കിയില്ലെങ്കിൽ നിന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടേ ഉള്ളൂ എന്ന് പറയുകയാണ് അവൻ. ഹാങ് എന്തോ പറയാൻ വന്നപ്പോൾ അവ അത് നിർത്തിയിട്ട് അവൻ അതിന് മുന്നേ പറയുകയാണ്, നീ നന്നായിട്ട് ജോലി ചെയ്യണമെന്ന് പറഞ്ഞ് ആരെങ്കിലും നിന്നെ വഴക്ക് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇല്ല, എനിക്ക് മനസ്സിലായില്ലേ, ഞാൻ മിസ്റ്റേക്ക് ചെയ്തിട്ട് തന്നെ വേറെ ആരെങ്കിലും വലിയ കുറ്റം പറഞ്ഞാൽ നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നത്. നീ എന്തിനാ എൻ്റെ അടുത്ത് ഇത്രയും കെയർ എടുക്കുന്നു ചോദിക്കുകയാണ്. അവനത് പറയാൻ വേണ്ടി ആരംഭിക്കുമ്പോൾ അവനത് എങ്ങനെ പറയണമെന്നും എന്ത് പറയണമെന്നും അവൻ അറിയില്ല. ഹാൻ അവസാനം പോകുന്നതിന് മുന്നേ അവൾ പറയുകയാണ്, നിങ്ങൾ ഇതിന്റെ ആൻസർ നന്നായിട്ട് ആലോചിച്ച് വെച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ദിവസം ഞാൻ പോകുന്നതിന് മുന്നേ എൻ്റെ അടുത്ത് പറയണമെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോവുകയാണ്. സോ അന്ന് നൈറ്റ് ആയപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. അങ്ങനെ ഹീറോയിൻ ഡ്രൈവറിനെ ഫോൺ ചെയ്ത് വിളിക്കുകയാണ്. അങ്ങനെ ഹീറോയിൻ അങ്ങനെ ഡ്രൈവറിനെ വിളിച്ച് പറഞ്ഞിട്ട് അവിടെ വെയിറ്റ് ചെയ്യുകയാണ് ഡ്രൈവർ വരാൻ വേണ്ടി. അപ്പോഴേക്കും നമ്മുടെ ഹീറോ വന്നിട്ട് ഹീറോയിന് കുട കൊടുത്തിട്ട് അവൻ പറയുകയാണ്, ഞാൻ പറയാൻ പോകുന്നത് ചിലപ്പോൾ നിനക്ക് ഇഷ്ടപ്പെടാതിരിക്കാം, എന്നാലും ചിലപ്പോൾ നിനക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുകയുമില്ല, എന്നാലും ഞാൻ പറയാം. ഞാൻ CEO ലെവലിന് നാഷണലായിട്ട് പഠിച്ചിട്ടാണ് ഞാൻ വന്നത്. എൻ്റെ അച്ഛനും അമ്മയും സൗത്ത് കൊറിയയിലെ ഒരു കർഷകനാണ്, എന്നാലും എൻ്റെ അച്ഛനാണ് ആ നാട്ടിലുള്ള ഒരു ലീഡർ പോലെ. സോ എൻ്റെ അച്ഛന് നല്ല മര്യാദ ഉണ്ട് അവിടെ. അത് മാത്രമല്ല, നമുക്ക് 35 പശുക്കളും ഉണ്ട്, നമുക്കൊരു സ്വന്തമായിട്ട് വീടൊക്കെ ഉണ്ട്. സോ നിന്നെ നന്നായിട്ട് നോക്കാനുള്ള അളവിന് എൻ്റെ കയ്യിൽ പൈസ ഉണ്ട്. സോ ഇത് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ, എൻ്റെ വൈഫും ഒരു ജോലിക്ക് പോയിട്ട് കഷ്ടപ്പെടണം നീ കാണാൻ
കാണാൻ അത്ര താല്പര്യമില്ല, എനിക്ക് നിന്നെ അത്ര ഇഷ്ടമാണ്, സോ നീ ഇന്ന് മറുപടി പറയേണ്ട ആവശ്യമില്ല, നീ പിന്നെ ഒരു ദിവസം ഒന്ന് പറഞ്ഞാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ് മഴയത്ത്. സോ അങ്ങനെ ഹീറോ ഭയങ്കര കെയർ കാണിക്കുന്നത് കണ്ടിട്ടും ആ സ്നേഹം മനസ്സിലാക്കിയിട്ടും ഹീറോയിന് ചെറിയൊരു സ്മൈലൊക്കെ വരികയാണ്. സോ അവിടെ വെച്ചാണ് അവരുടെ ലവ് സ്റ്റോറി സ്റ്റാർട്ട് ആകുന്നത് തന്നെ. സോ അങ്ങനെ കാലം കഴിഞ്ഞ് പോയപ്പോൾ ഹീറോയിൻ ആരെന്നുള്ള സത്യം അറിഞ്ഞപ്പോൾ ഹീറോ ജോലി വിട്ട് തന്നെ പിരിഞ്ഞു പോയിട്ടുണ്ട്. എന്നിട്ട് എന്റെ റൂമിൽ ഇങ്ങനെ കിടന്നുറങ്ങിയപ്പോഴാണ് ഒരു ദിവസം ഹീറോയിൻ ഇങ്ങനെ മെസ്സേജ് ഇടുന്നത്, നീ പുറത്തേക്ക് വാ എന്ന് മെസ്സേജ് ഇടുന്നത്. സോ അത് കണ്ട ഉടനെ അവൻ ഇങ്ങനെ പുറത്തേക്ക് ആ മെസ്സേജ് വന്ന ഉടനെ അവൻ പോവുകയാണ്. അവിടെ വലിയൊരു ഹെലികോപ്റ്ററിൽ നിന്ന് ഹീറോയിൻ ഇങ്ങനെ വന്നിറങ്ങുകയാണ്. സോ അങ്ങനെ അവസാനം അവരുടെ ടൈറ്റ് ആയിട്ട് ഹഗ് ഒക്കെ ചെയ്ത് അവിടെ വെച്ചുള്ള കാര്യങ്ങൾ നടക്കുകയാണ്. സോ അന്ന് ആ ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങി വന്നത് എന്തോ സ്വർഗത്തിൽ നിന്ന് എന്തോ ഒരു ദേവത ഇറങ്ങി വരുന്നത് പോലെയായിരുന്നു, അത്രയ്ക്ക് ഭംഗിയായിരുന്നു കാണുന്നത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ആ ഇന്റർവ്യൂലുള്ള ആള് ചോദിക്കുന്നത്, സോ അപ്പം മാത്രമാണ് നിങ്ങൾക്ക് ദേവത പോലെ തോന്നിയത്, പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു രാക്ഷസി ഒരു ഡെവിള് പോലെയാണോ തോന്നുന്നത് ചോദിക്കുകയാണ്. അപ്പോഴാണ് ഹീറോ പറയുന്നത്, നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുന്നത്, ഇപ്പോഴും എനിക്ക് അവളെ ഏഞ്ചൽ ആണെന്ന് പറയുകയാണ്. നമ്മൾ രണ്ടൊരു ഹാപ്പി ആയിട്ട് നമ്മളെ ലൈഫ് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞ് ഹീറോ എന്തൊക്കെയോ പറഞ്ഞൊപ്പിക്കുകയാണ്. സോ അവിടെ നിന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നത് കുറെ ലോയേഴ്സും പിന്നെ ഹീറോ ഒക്കെ നിൽക്കുന്നതാണ്. സോ ആ ലോയേഴ്സ് എല്ലാം സംസാരിക്കുന്നത് ഹീറോയിന്റെ ഡിവോഴ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സോ നിങ്ങൾ ആരെങ്കിലുമാണ് അവന് ഡിവോഴ്സ് വാങ്ങാൻ ഹെൽപ്പ് ചെയ്യാനുള്ളത്, നീ അല്ലേ വലിയ ലോയർ, അപ്പോൾ നീ തന്നെ ഹെൽപ്പ് ചെയ്ത് ഡിവോഴ്സ് വാങ്ങി തന്നോടെ ചോദിക്കുകയാണ്. എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. അപ്പൊ തന്നെ വേറെ അടുത്ത് തന്നെ പറയുകയാണ്, നമുക്ക് ഇവനൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് പറയുമ്പോൾ അവൻ പറഞ്ഞ എന്താണെന്ന് പറഞ്ഞാൽ, എടാ നിന്നെ കുറിച്ച് എനിക്ക് അറിയാം, ക്യൂൻ ഗ്രൂപ്പിലുള്ള എല്ലാവരും കുറച്ച് പിടിപാടുള്ള ആളാണെന്നും അവിടെയൊക്കെ എന്ത് പ്രശ്നം നടക്കുമെന്നും എനിക്കറിയാം, വല്ല പ്രശ്നം വന്നാൽ അത് ഡീൽ ചെയ്യാൻ നിന്ന നമ്മുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് നമുക്കറിയാം. സോ അവസാനം ജോലി വിട്ട് പോവേണ്ടി തന്നെ വരും എന്ന് പറയാണ് ആ കൂടെ ഇരുന്ന ലോയർ. പക്ഷെ എന്നാലും നമുക്ക് അവനെ ഹെൽപ്പ് ചെയ്താലേ പറ്റുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോഴാണ് ആ ലോയർ ചോദിക്കുന്നത്, എന്തിനാണ് നീ ഇങ്ങനെ പറയുന്നത്, ഇത് കൊറിയയിലുള്ള എല്ലാവർക്കും ഡ്രീം ലൈഫാണ്, അവൻ ഡ്രീം ലൈഫ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, പിന്നെ എന്തിനാ അത് മിസ് ചെയ്യാൻ വേണ്ടി നോക്കുന്നതെന്നൊക്കെ പറയുകയാണ്. കാരണം ഹീറോയിൻ എന്നൊരു ഈഗോയും ആറ്റിറ്റ്യൂഡും പിടിച്ചൊരു പെണ്ണാണ്. സോ അതുകൊണ്ട് ഹീറോയ്ക്ക് അവളെ ഇഷ്ടമല്ല എന്ന് പറയുകയാണ്. സോ അത് കട്ട് ചെയ്തിട്ട് നമുക്കിപ്പോൾ കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനെയാണ്. സോ അവള് ഒരു മാളിനുള്ളിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അതിൽ ഹീറോന്റെ അസിസ്റ്റന്റ് ഒരു പെൺകുട്ടി പറയുന്നത്, നമുക്ക് 100 ബില്യന് പകരം ഒരു 80 ബില്യൺ മാത്രമേ സെയിൽസ് നടന്നുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. ബാലൻസ് അവിടെ പോയി ചോദിച്ചപ്പോൾ ആ കടയിലുള്ള ആളെല്ലാം അവിടെ നിന്ന് പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഹീറോയാണ് സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ ഹീറോയിൻ അത് ഇഷ്ടപ്പെട്ടില്ല. ഹീറോയിന് ഭയങ്കര ദേഷ്യം വരികയാണ്. അപ്പോൾ തന്നെ ഹീറോയിൻ അവരുടെ അടുത്ത് പറയുകയാണ്, ഹീറോയിന്റെ അടുത്ത് ക്യാബിനിലോട്ട് വരാൻ പറയുകയാണ്. അവന്റെ ഹീറോയിന്റെ ടീം ബോർഡിൽ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഹീറോയിന്റെ അസിസ്റ്റന്റ് വന്നിട്ട്, ഹീറോയിൻ നിങ്ങൾ അങ്ങോട്ടേക്ക് വിളിച്ചിരുന്നു, അങ്ങോട്ടേക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ, നിങ്ങൾക്ക് ഞാൻ മീറ്റിംഗിൽ ഇരിക്കുന്നത് കണ്ടില്ലെന്ന് ചോദിക്കുകയാണ്. അല്ല, ഹീറോയിൻ അങ്ങോട്ട് വിളിച്ചിരുന്നു, അത്യാവശ്യമാണെന്നാണ് പറഞ്ഞതെന്ന് പറയുകയാണ്. ഹീറോ നേരിട്ട് അവളെ കാണാൻ പോവുകയാണ്. സോ അപ്പോൾ തന്നെ ഹീറോയിൻ സ്വന്തം ഹസ്ബൻഡ് ഒന്നും പോലും നോക്കാതെ എല്ലാവരുടെ മുൻപിൽ വെച്ചും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ്. ഞാൻ നിങ്ങൾ മുൻപേ പറഞ്ഞാണ് ആ സ്റ്റോർ ഫുള്ള് നിങ്ങൾ ഉപേക്ഷിക്കണമെന്ന്, എന്താ നിങ്ങൾ ഉപേക്ഷിക്കാതെ വെച്ചിരിക്കുന്നത് ചോദിക്കുകയാണ്. അവരെല്ലാം കട തുറക്കാൻ വേണ്ടി എത്ര പൈസ ചെലവാക്കിയെന്നും എത്ര കഷ്ടപ്പെട്ട് കാണുമെന്നും എനിക്കറിയാം. ഈ പാതിയിൽ വെച്ച് അവരെ ജോലി വിട്ട് പോകാൻ പറയുന്നത് അത് വലിയ തെറ്റാണ് എന്ന് ഹീറോ പറഞ്ഞതും, ഞാൻ നിങ്ങളുടെ അടുത്ത് അഡ്വൈസ് അല്ല കേട്ടത്, ഞാൻ ഓർഡറാണ് ചെയ്തത്, എന്നെക്കൊണ്ട് ഇല്ലേ എന്ന് ഹീറോയിൻ ചോദിച്ചപ്പോൾ ഹീറോയ്ക്ക് എന്ത് പറയണമെന്ന് അറിയില്ല. അതുപോലെ തന്നെ മറ്റോടെ ജോലി ചെയ്യുന്ന സ്റ്റാഫ്സ് എല്ലാം ഹസ്ബൻഡിനെ ഇങ്ങനെയൊക്കെ സംസാരിക്കണം എന്ന് പറഞ്ഞ് എല്ലാവരും വായടച്ച് കേട്ടോണ്ടിരിക്കുകയാണ്. ഹീറോയിൻ വേറെ വഴിയില്ലാതെ ഒക്കെ ഞാൻ അടുത്ത കാര്യം പറയാമെന്ന് പറയുകയാണ്. അപ്പോഴേക്കും ഹീറോയിൻ അത് കേട്ട ഉടനെ തന്നെ പെട്ടെന്ന് തിരിച്ചു പോവുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ ഹീറോ ഭയങ്കര വിഷമത്തിൽ ലിഫ്റ്റിനുള്ളിൽ കയറി പോയപ്പോൾ ആ സമയത്ത് തന്നെ പെട്ടെന്ന് ഹീറോയിൻ അങ്ങോട്ട് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഹീറോയിൻ ചോദിക്കുകയാണ്, നിങ്ങളത് ഇങ്ങനെ ചെയ്യുന്നത്, ഞാൻ മാനേജറിനെ അന്നേ ഞാൻ ജോലി വിട്ട് ഉപേക്ഷിക്കാൻ പറഞ്ഞതല്ലേ, പിന്നെ നിങ്ങളത് ഉപേക്ഷിക്കാത്തതെന്നൊക്കെ ചോദിക്കുകയാണ് ഹീറോയിൻ്റെ അടുത്ത്. അദ്ദേഹം വേറെ പാവ ആളാണ്. സോ അദ്ദേഹം ഇവിടെ ഒരുപാട് വർഷം കൊണ്ടേ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സോ അദ്ദേഹത്തിന് ഞാൻ എങ്ങനെയാണ് ജോലി നിന്ന് പറഞ്ഞു വിടുന്നതെന്ന് എനിക്ക് അറിയില്ല. കുറച്ചെങ്കിലും മനസ്സാക്ഷി ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ തോന്നൂല. അപ്പോഴേക്കും ഹീറോയിൻ പറയുകയാണ്, ഞാൻ എന്ത് പറയുന്നു അത് മാത്രം കേട്ടാൽ മതി, നീ എല്ലാവരും ഇങ്ങനെ കെയറിങ് ചെയ്യുന്നതൊക്കെ നിർത്തണം എന്ന് പറഞ്ഞപ്പോൾ ഹീറോ പെട്ടെന്ന് ചോദിക്കുകയാണ്, നീ എന്താ ഈ പറയുന്നത്, നീ എന്ത് വിചാരിച്ചാൽ ഞാൻ നിന്നെയും കെയർ ചെയ്യണമെന്ന് വിചാരിച്ചാ? സത്യമായിട്ടുമല്ല. ഈവനിങ് ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് നീ വരണമെന്ന് പറഞ്ഞപ്പോൾ ഹീറോ ഞാൻ വരാമെന്ന് പറഞ്ഞ് തിരിച്ച് പെട്ടെന്ന് പോവുകയാണ്. സോ അന്ന് ഈവനിങ് ഹീറോ അവൾക്ക് വേണ്ടി ഒരു കോഫി ഷോപ്പിൽ കുറെ നേരം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഹീറോയിൻ വന്നതേ ഇല്ല. സോ ഇതിന് ശേഷം അവൾ വരില്ലെന്ന് പറഞ്ഞ് ഹീറോയിന് വെയിറ്റ് ചെയ്തിട്ട് കാര്യമുള്ളൂ വിചാരിച്ച് ഹീറോ തിരിച്ച് വീട്ടിൽ പോവുകയാണ്. വീട്ടിൽ പോയിട്ട് അവൻ മറ്റേ ഡിവോഴ്സ് ഡോക്യുമെന്റ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവൻ നേരെയായിട്ട് കറക്റ്റായിട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതെങ്ങനെയൊക്കെ ഹീറോയിനെ കാണിക്കണം എന്ന രീതിയിൽ വെച്ചിരിക്കുകയാണ്. പക്ഷേ അവിടെ നടന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയതിനു ശേഷമാണ് ഹീറോയിൻ കോഫി ഷോപ്പിൽ വന്നത് തന്നെ. അപ്പൊ ഈ ഹീറോ എന്ന് പറഞ്ഞാൽ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഹീറോയിൻ കുറെ മെസ്സേജ് കാണുന്നത്, നീ ഇവിടെ വീട്ടിൽ പോയോ, നിനക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുകയാണ്, നീ കോഫി ഷോപ്പിൽ വരാൻ പറഞ്ഞതില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ മെസ്സേജ് ഇട്ടിരിക്കുകയാണ്. സോ അവസാനം ഹീറോയിൻ വീട്ടിൽ വന്നിട്ട് ഫാമിലി ഗ്രൂപ്പിലോട്ട് വാ, കുറച്ച് മീറ്റിംഗ് ഉണ്ടെന്നൊക്കെ പറഞ്ഞത് ഇവൻ ടെൻഷൻ അടിച്ച് എന്തായാലും പെട്ടുപോയില്ലേ.
അങ്ങനെ പോവുകയാണ്. സോ അവിടെ പോയപ്പം എല്ലാവരും ഇങ്ങനെ ഫാമിലി റൂമിൽ ഇരുന്നിട്ട് എല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇവരാണ് നമ്മുടെ ഹീറോയിന്റെ അച്ഛനും അമ്മയും. ഇതെന്ന് പറഞ്ഞാൽ ഹീറോയിന്റെ അനിയന്റെ ഭാര്യയാണ്. പിന്നെ മറ്റേതെന്ന് പറഞ്ഞാൽ വീട്ടിൽ ജോലി ചെയ്യുന്ന സെർവന്റ് ആണ്. സോ അങ്ങനെ ഒരുപാട് പേരൊക്കെ ഉണ്ട് ഇവിടെ. സോ ഇങ്ങനെ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹീറോ എന്താ എത്ര ലേറ്റ് ആയെന്ന് ചോദിക്കുകയാണ്. അല്ല, ഇന്ന് കുറച്ച് വർക്ക് ബിസി ആയിരുന്നു, സോ അതുകൊണ്ടാണ് ഇന്ന് താമസിച്ചത്, സോറി എന്ന് പറഞ്ഞ് ഹീറോ ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ ഹീറോയിന്റെ അനിയുണ്ടല്ലോ, ഇന്ന് ചേച്ചിക്കും ചേട്ടനും കൂടെ ഭയങ്കര വഴക്കായി എന്നൊക്കെ പറഞ്ഞ് അവിടെ മൂട്ടിയിടുകയാണ്. അറിയാലോ, എല്ലായിടത്തും ഉണ്ടല്ലോ ഇതൊക്കെ. അപ്പോഴാണ് അവളുടെ അമ്മ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചപ്പോൾ ഇല്ല, അതൊന്നുമില്ല, ചെറുതായിട്ട് അവള് ജോലി ചെയ്തപ്പോൾ ചെറിയ മിസ്റ്റേക്ക് വന്നപ്പോൾ അത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി, അത്രയേ ഉള്ളൂ, നമ്മൾ വഴക്കൊന്നും കൂടിയില്ലല്ലോ എന്ന് പറയുകയാണ് ഹീറോ. അപ്പോഴാണ് അനിയൻ പറയുന്നത് അല്ല 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 അവര് വഴക്ക് തന്നെ കൂടിയത്. ഹീറോനാണെങ്കിൽ അവളുടെ അനിയനെ ഇങ്ങനെ തുറപ്പിച്ച് നോക്കുകയാണ്. അപ്പോൾ തന്നെ അവൻ പെട്ടെന്ന് അടച്ചുപോയി. സോ അതുകൊണ്ട് ഹീറോയിന്റെ അമ്മ പറയുകയാണ്, ഇന്നിങ്ങനെ പറഞ്ഞാൽ എന്തായാലും ഗോസിപ്പ് ഒക്കെ ഉണ്ടാകും, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു കുട്ടിയൊക്കെ ഉണ്ടായിട്ട് നീ ഹീറോ എങ്ങനെയെങ്കിലും MBA പഠിക്കാൻ വേണ്ടി പുറത്തേക്ക് പറഞ്ഞോളൂ എന്നൊക്കെ തീരുമാനിക്കുകയാണ്. പക്ഷെ ഹീറോയ്ക്ക് എന്താണെന്ന് പറഞ്ഞാൽ മേലോട്ട് പഠിക്കാനൊന്നും ഒരു താല്പര്യമില്ല. അപ്പോഴാണ് ഹീറോയിന്റെ അച്ഛൻ പറയുന്നത്, എന്തിന് ചുമ്മാ അവനായിട്ട് ഫോഴ്സ് ചെയ്യുന്നത്, എടാ നീ ആ കോഫി എടുത്ത് കൂടി എന്ന് പറയുകയാണ്. ഞാൻ അടുത്ത വർഷം എന്തായാലും സൂബിനെ കാണാൻ പോകുമെന്ന് അച്ഛൻ ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരായി സൂബ് എന്ന് പറഞ്ഞ് എല്ലാവരും ചോദിക്കുകയാണ്. അവന്റെ കൊച്ചുമോളാണ്, നിങ്ങൾ എന്തായാലും ഈ വരണം മെയ് മാസം നിങ്ങൾ എങ്ങനെയെങ്കിലും എനിക്കൊരു കൊച്ചുമോളുണ്ടാക്കി തരണമെന്ന് പറയുകയാണ്. ഐ മീൻ പ്രഗ്നന്റ്. ഓക്കെ ഡൺ. സോ ഹീറോയ്ക്ക് ഒന്നും പറയാനും പറ്റുന്നില്ല, ഹീറോ അല്ല പറഞ്ഞ തന്നെ. അപ്പോഴാണ് അവളുടെ അച്ഛൻ പറയുന്നത്, ജനിക്കാൻ പോകുന്ന കുട്ടിയുടെ പേരിന് മുൻപ് അവളുടെ അമ്മയുടെ പേര് വെക്കണം എന്ന് പറയുകയാണ്. എന്തിനാ അമ്മയുടെ പേര് വെക്കണം, എല്ലാവരും ഇൻസ്റ്റലായിട്ട് അച്ഛന്റെ പേരിൽ വെക്കുന്നതെന്ന് ഹീറോ ചോദിക്കുകയാണ്. എന്താണ് ഇങ്ങനെ പറയുന്നത്, ഇതൊക്കെ പഴയ ട്രെൻഡാണ്, നമ്മളിപ്പോൾ പുതിയ ട്രെൻഡാണെന്ന് പറയുകയാണ് അച്ഛൻ. സോ അങ്ങനെ ആ ഒരു വലിയ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഹീറോയിന്റെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോഴേക്കും ഹീറോയിന്റെ പുറകിൽ പോയിട്ട് ചോദിക്കുകയാണ്, അബ്രോഡിൽ പോയി പഠിക്കണം എന്നൊക്കെ അവൻ ചോദിക്കുകയാണ്. അപ്പാണ് ഹീറോ ചോദിക്കുന്നത്, എന്ത് എന്നെ അബ്രോഡ് കൊണ്ടുപോകാൻ താല്പര്യമുണ്ടോ ചോദിക്കുകയാണ്. അപ്പം അവൻ പറയുന്നത്, അല്ല എനിക്ക് അങ്ങനെ ഒരു പ്ലാനിങ്ങേ ഇല്ല, നിന്നെ കൊണ്ടുപോകുകയെന്ന് പറയുകയാണ്. പിന്നെ എന്ത് നീ അബ്രോഡ് പേടി, നമ്മുടെ കുട്ടികളൊക്കെ ഇവിടെ എല്ലാവരും നോക്കുമെന്ന് പറയുകയാണ്. ഈ സിറ്റുവേഷനിൽ നമുക്ക് കുട്ടി ആവശ്യമാണെന്ന് ഹീറോ ചോദിച്ചപ്പോൾ ആവശ്യമാണെങ്കിൽ നമുക്ക് ചെയ്താലേ പറ്റുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോഴേക്ക് ഹീറോയിന്റെ കോൾ വരികയാണ്. എന്താണെന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂ എടുത്തത് പോസ്റ്റ് ചെയ്യാമെന്ന് ചോദിക്കാനാണ് കോൾ വരുന്നത്. സോ അപ്പോൾ ഹീറോയിൻ പറയുകയാണ് ആ പോസ്റ്റ് ചെയ്തതെന്ന് പറയുകയാണ്. അതുമല്ലാതെ ഹീറോ ഉണ്ടല്ലോ പഠിക്കാൻ വേണ്ടി അബ്രോഡിൽ പോകുന്നതും അനൗൺസ്മെന്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഹീറോയ്ക്ക് പെട്ടെന്ന് ഒരു ദേഷ്യം വരികയാണ്. എന്നാലും എന്നിട്ട് ഹീറോ പറയുകയാണ്, നിനക്ക് ഒരു കുറച്ചതിന് മനസാക്ഷി പോലും ഇല്ലെന്ന് ചോദിക്കുകയാണ്. നീ ഇന്റർവ്യൂ എന്ന പേരിൽ എപ്പോഴും നോക്കിയാൽ കള്ളത്തോണ്ടി പറയണം, നമ്മൾ എപ്പോഴെങ്കിലും സന്തോഷമായിട്ട് ജീവിച്ചിട്ടുണ്ടോ, എല്ലാ സത്യം പറയാനുള്ളതല്ലേ എന്ന് പറഞ്ഞ് അവൻ തിരിച്ചു പോവുകയാണ് പറഞ്ഞിട്ട് വഴക്ക് പറഞ്ഞിട്ട്. ഹീറോയിന്റെ അനിയൻ ഉണ്ടല്ലോ, അവൻ ഇങ്ങനെ ഫോൺ ചെയ്ത് നിന്നപ്പോൾ തന്നെ ഹീറോയിൻ വന്നിട്ട് ഒറ്റ അടി കൊടുക്കുകയാണ്. എന്തിനടി എന്നെ അടിക്കുന്നത്, റീസൺ പറഞ്ഞിട്ട് അടിക്കാൻ പറഞ്ഞപ്പോൾ ഇനി എപ്പോഴെങ്കിലും എന്റെ ഹസ്ബൻഡിനെ അനാവശ്യമായിട്ട് ഹാർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞാൽ നിനക്ക് എന്റെ അവസാനമായിരിക്കും എന്ന് പറയുകയാണ്. അവള് കുറച്ച് റെസ്പെക്ട് കൊടുക്കാൻ പറയുകയാണ്. അങ്ങേർക്ക് നീ പോലും റെസ്പെക്ട് കൊടുക്കുന്നില്ല, പിന്നെ ഞാൻ എല്ലാം കൊടുക്കുമെന്ന് ചോദിക്കുകയാണ്. അവ എന്തൊക്കെയോ ദേഷ്യപ്പെട്ട് വിളിച്ച് പറയുകയാണ്.